Hello friends, Food4 people പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴ. അപ്പോൾ ഈ നല്ല മഴ നമ്മൾ അടിപൊളിയായിട്ട് വെറൈറ്റി ഈ മീൻ നമ്മൾ ചുടാൻ പോകും. അപ്പോൾ ഈ മീനിന്റെ പേര് വന്നിട്ട് റെഡ് പിറാന, പിന്നെ അതുപോലെ നെട്ടർ, അങ്ങനെ എന്തൊക്കെയൊക്കെ പേരുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ഇതിനെ അടിപൊളിയായിട്ട് വെറൈറ്റി ചെയ്യല്ലോ സൂര്യ. പൊളിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മീനിന്റെ ചെളുക്കിയൊക്കെ നന്നായി എടുക്കാൻ പോകുന്നു. കുറേ കൂടുതൽ ചെളുക്കുള്ള മീനാണിത്. ഇപ്പോൾ ചെളുക്കിതാ ഒരു സൈഡ് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡും കൂടി ഒന്ന് ചെളുക്ക് കളയാം. ചെളുക്ക് ഇങ്ങനെ കളഞ്ഞ് ഇങ്ങനെ തെറിക്കുന്നു മുഖത്ത് കണ്ട ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാത്തിനും ചെളുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ചെളുക്കി എടുത്ത് കഴിഞ്ഞതും നമ്മളിതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതാ ഇങ്ങനെ മീനിനെ ഇങ്ങനെ വിരിച്ചിട്ട്. അപ്പോൾ നമുക്കിനി എല്ലാ മീനും ഇതുപോലെ കട്ട് ചെയ്യാം. ഈ തണുപ്പത് പെരും മഴ മക്കളെ. സുഖയില്ലേ എന്താ സംഭവം അറിയോ? ആ വിറക് കത്തുമെന്ന് ഡൗട്ട്. വിറകല്ലേ, ഒന്ന് നോക്കാം. അപ്പം മീനിൻ്റെ ഇനി നമ്മൾ രണ്ട് പൊളിയാക്കാൻ പോകണം. ഇങ്ങനെ പൊളിക്കാം. അപ്പം മീനിനെ നമ്മളിങ്ങനെ പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വേസ്റ്റ് ഫുള്ള് എടുക്കുക. ശരിയല്ലേ? കൈ കൊണ്ട് രണ്ടാട്ടി അടിക്കും. ഒന്നുകൂടെ റൈറ്റ്. ആ പൊടി. ഇനി നമ്മൾ ഇങ്ങനെ വിരിക്കാം. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൃത്തിയാക്കി പിന്നെ പണിയില്ലല്ലോ. സിമ്പിളായില്ലേ? നോക്കട്ടെ, ഏകദേശം നമ്മളെല്ലാം ഇതാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ. എന്നിട്ട് ഈ മീനിൻ്റെ കൂടെ മേലക്ക് വെക്കാം. പൊടിക്കും. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിത് കെട്ടിയ പോലെ ഇവിടെ ഓരോന്ന് പറയുന്നത് ലാഡർ പോലെ കെട്ടും. ലാഡർ ഫിഷ് എന്നാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾ കമ്പിലിങ്ങനെ എടുത്തിട്ട് ഇതിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതും ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പം 4 സൈഡും നമ്മൾ കമ്പി കൊണ്ട് ഒന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കാം. എനിക്കെപ്പോൾ ഒരു മോചനം കിട്ടുമെന്നറിയില്ല. തന്നെ അടിമയാക്കി ഞാൻ നിയമിച്ചിരിക്കുന്നു. എന്നെ എപ്പോൾ മോചനം നല്ല ടൈറ്റാക്കി എന്താ കാരണം ശരിയില്ല. പെട്ടെന്ന് അവിടെ രണ്ടൊരു സ്ലോ ആയിക്കുന്നു. എന്തൊരു ടൈറ്റായ ഭയങ്കര മഴ ഒന്നുകൊണ്ടേക്കും. നോൺ സ്റ്റോപ്പ് മഴ, രാവിലെ തൊട്ട് നോൺ സ്റ്റോപ്പ് മഴ. നമുക്ക് നമ്മളെ ഈ തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തമിഴ്നാട്ടിൽ ഇവിടെ ഫുഡ് കിട്ടും. ഇത് കൂടെ വയ്യ അതന്നെ. അപ്പുറത്ത് മറ്റൊരു ഞാൻ കുറച്ച് കമ്പി ചേർക്കുന്നത് നീ ചെറിയ ചെറിയ കമ്പി എടുക്കണം.
ക്യാമറ വിളിച്ചാൽ എന്ത് പറയുന്നത് ക്യാമറ പണ്ടാണ് വന്ന് വെറുതെ പണിയൊക്കെ കേറി കിട്ടും. ഇവിടെ മീൻ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചെറിയ ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത്, മുളക് പൊടി, പച്ചമുളക് അരച്ചത്, ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, കറിവേപ്പില അരച്ചത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ കാണാൻ നല്ല ചന്തമുള്ള മീനിൽ നമുക്ക് ഒരു വരയിട്ട് കൊടുക്കാം. അപ്പോൾ വര നല്ല ആഴത്തിലിട്ട് കഴിഞ്ഞാൽ മസാല നന്നായി ഇറങ്ങും ഉള്ളിലേക്ക്. ഇനി മീനിന് നന്നായിട്ടൊന്ന് മസാല അങ്ങോട്ട് തേച്ച് പുരട്ടാം. സോ ഞാൻ വരച്ച വരയിലൊക്കെ നന്നായി തേച്ച് കൊടുക്കും. ഓക്കെ, റെഡി. അപ്പോൾ വരയിട്ട് കഴിഞ്ഞു. നമുക്കിതൊന്ന് തിരിച്ച് വെക്കാം അല്ലേ? തിരിച്ച് വെച്ച് മസാല വെക്കുക. ഇതിൻ്റെ അടിയിൽ പൊട്ടാണ്ട് വെക്കണം. അതാണ് മുള്ളുണ്ട് കേട്ടോ ശീല. അപ്പോൾ നമുക്കൊന്ന് ചുട്ടെടുക്കാം അല്ലേ? പൊളിയത്. അയ്യോ, സെറ്റ്. ചുട്ടെടുക്കണല്ലേ? മഴയൊക്കെ പോയപ്പോൾ നല്ല ചൂടായില്ലേ? തിരിച്ചു വെക്കാം അല്ലേ? ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. നല്ല പുകയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾ പെടാപ്പാട് പെട്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നല്ല മഴയത്ത് നമ്മൾ ഈ കനലാക്കാൻ പെട്ട പാട്. മഴയത്ത് ഈ വിറകൊക്കെ നനഞ്ഞു പോയതിനെ ഞങ്ങൾ കത്തിച്ചെടുത്തു. നോൺ സ്റ്റോപ്പ് മഴയെന്നില്ലെന്ന് കുറേ കത്തിച്ചെടുത്ത ശേഷം ഇപ്പോഴും നേരെ പിടിച്ചിട്ടില്ല. എന്നാലും ഒരു കനൽ ചൂടൊക്കെ ഉണ്ട്. മീനായതുകൊണ്ട് പെട്ടെന്ന് വേകുന്നുണ്ട്. വേഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 സൈഡ് കെട്ടി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ വയറിൻ്റെ ഭാഗമാണ് മീനിൻ്റെ. അപ്പോൾ അത് കനം കമ്മിയായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടും. 2 സൈഡും വെന്താൽ തന്നെ പൊട്ടുള്ളൂ കേട്ടോ. പച്ചയാണെങ്കിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ 2 സൈഡും വേകുമ്പോൾ ഇത് പൊട്ടിയാൽ നമുക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സെൻറ്റർ അങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എടുക്കുക ചെയ്യില്ല എടുത്ത് ടേസ്റ്റ് ചെയ്യില്ലേ? ശരിക്കും ഈ കമ്പി എടുത്തു വിട്ടാലേ മീൻ വരുള്ളൂ കേട്ടോ. എന്തായാലും പേടിക്കണ്ട, പൊട്ടി താഴെ പോവില്ല. അങ്ങനെ ഇങ്ങനെ പൊങ്ങും. അപ്പോൾ എന്താ നമ്മുടെ മീൻ അടിപൊളിയായതാ. തോല് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സംഗതി സെറ്റാണ്. അപ്പം നമ്മൾ ഇവിടെ വെച്ച മീൻ മാത്രമേ ടേസ്റ്റ് ചെയ്തില്ല. എന്താ വെച്ചാൽ നമ്മുടെ കനൽ ഒരു സൈഡ് മാത്രമേ നന്നായിട്ട് ഒന്ന് പിടിപ്പിച്ചതുകൊണ്ട് ഓരോരോ മീനായിട്ട് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പിള്ളേർ അവന്മാർ വേവിച്ചെടുത്ത് തരും. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 എണ്ണം ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇരുട്ടാവുന്നതുകൊണ്ട് നമുക്ക് ടൈമും ഇല്ല. മഴ ആയതുകൊണ്ട് പിന്നെ തീ കത്തിക്കാനൊക്കെ വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മീൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെച്ചു കൊടുത്തോ, എല്ലാവരും റെഡിയാക്കും. നമുക്കിതൊന്ന് ഇതാക്കാം, വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് പിറാന അല്ലെങ്കിൽ നട്ടർ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ്. പക്ഷേ ആകെ മഴയൊക്കെ വന്നപ്പോൾ ആകെ സീൻ. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മളെല്ലാം കൂടി വറുത്ത് നല്ല അടിപൊളി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താണ്, കനലിൽ പിടിക്കാൻ കുറേ ടൈമായി. മഴ വരണം അല്ലേ? ഇരുട്ടുപോയി, ടേസ്റ്റ് ചെയ്യില്ല, സമയമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു മീൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിയുണ്ട് സൂര്യ, സെറ്റ് ആവുന്നുണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ചിട്ട് ഇത്ര ആവുന്നു അല്ലേ?
സമയം വിചാരിച്ചു ആ സീനെ വിചാരിച്ചു. ഉച്ചയ്ക്ക് ചോറും കഴിച്ചില്ല, മഴയത്താകെ പെട്ടില്ല നമ്മള്. മസാല കുറച്ച് ഉപ്പ് കുറവണല്ലേ ചെറുതായിട്ട്. ഈ തൊലിയാണ് പൊടി ഇല്ലേ അസുഖല്ലേ? തൊലി കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിന് വെറൈറ്റി അല്ല. നാരങ്ങ പിഴിയാൻ പറഞ്ഞല്ലേ? വീണ്ടും വെക്കും. ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് സംഭവം അടിപൊളിട്ടാ. നമുക്ക് വിഷമം എന്താ വെച്ചാല് മുഴുവൻ എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുക വെച്ചിരുന്നു. പക്ഷെ ഇരുട്ടായപ്പോൾ നമുക്ക് നടന്നില്ല. അയ്യോ അങ്ങനെ എടുക്കാം. സംഭവം ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. ചെറിയ ഉപ്പ് മാത്രം, കുറച്ച് ഉപ്പ് കുറവ്, സോലായിൻ്റെ ഒരു മസാല മിക്സർ അങ്ങനെ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ടൈം സെറ്റാക്കാം. കുറച്ച് കൂടുതൽ ഇടാനല്ലേ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.